കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗിന്റെ സർവീസ് സംഘടന SCU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് ഫൈസൽ ബാബുവിനെ ഒഴിവാക്കി. സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനം എല്ലാ മന്ത്രിമാർക്കും വലിയ പ്രശ്നമായി തന്നെ തുടരുകയാണ്. ഫൈസൽ ബാബുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അതൃപ്തിയാണ് ലീഗിനുള്ളത്? അതിന്റെ ഭാഗമായാണോ ഈ പരിപാടിയിൽ നിന്നുള്ള ഒഴിവാക്കൽ നടപടി കൂടി? ജിൽസി സൂചിപ്പിച്ചതുപോലെയാണ് മുസ്ലിം ലീഗിലെ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ MLA-മാരുടെയും പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉയരുന്നത്. മുസ്ലിം ലീഗിനകത്ത് തന്നെയാണ് ഈ വിവാദം ശക്തമാകുന്നതും. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബുവിനെതിരെ ഇപ്പോൾ ഈ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ സർവീസ് സംഘടനയായ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെയായിരുന്നു മുസ്ലിം ലീഗിന്റെ സർവീസ് സംഘടനയായിട്ടുള്ള SCUവിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് മുസ്ലിം ലീഗിന്റെ ജില്ലയിൽ നിന്നുള്ള 5 MLA-മാരെ ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസിന്റെ MLA-യും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ നഗരത്തിൽ തന്നെയുള്ള കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബുവിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഫൈസൽ ബാബുവിനെ മാറ്റി നിർത്തിയത്, എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ SCUവിന്റെ ഭാരവാഹികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. അതായത് ഫൈസൽ ബാബുവിന്റെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു, ചില ശുപാർശകൾ നൽകിയിരുന്നു. അതൊന്നും തന്നെ പരിഗണിച്ചില്ല. മാത്രമല്ല, ഇടത് അനുകൂല സംഘടനയായിട്ടുള്ള NGO യൂണിയന്റെ ഒരു അംഗത്തെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഫൈസൽ ബാബു എടുക്കുകയും ചെയ്തു. ആ അംഗത്തിനെ ഒഴിവാക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം സിവിൽ സ്റ്റേഷൻ യൂണിറ്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും നൽകിയിരുന്നു. അക്കാര്യം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും ഫൈസൽ ബാബു അതിന് തയ്യാറായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഫൈസൽ ബാബുവിനെ പൊതുപരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ SCU തീരുമാനിച്ചത് എന്നാണ് അതിന്റെ അധികൃതർ പറയുന്നത്, അതിന്റെ ഭാരവാഹികൾ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തുടരുകയാണ്. വരും ദിവസങ്ങളിലും SCUവിന്റെ പരിപാടികളിൽ നിന്ന് ഫൈസൽ ബാബുവിനെ മാറ്റി നിർത്താൻ തന്നെയാണ് അതിന്റെ ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത്.